ഇടുക്കി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് വിവിധ ഇടങ്ങളിലേക്ക് പോകാൻ ദിശാബോർഡുകൾ സ്ഥാപിക്കാത്തത് സഞ്ചാരികളെ കുഴപ്പിക്കുകയാണ്. സ്ഥാപിച്ച ദിശാബോർഡുകളാകട്ടെ പലതും തെറ്റായ ദിശകളിലേക്കും സൂചിപ്പിച്ചിരിക്കുന്നു. ഞാനിപ്പോഴുള്ളത് ദേശീയപാതയിലാണ്. ഇതിലൂടെ എത്തുന്ന സഞ്ചാരികൾ മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കാൻ കൃത്യമായ സൂചനാ ബോർഡുകളില്ല. കൂടാതെ മൂന്നാറിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൂചനാ ബോർഡുകളും തെറ്റാണ്. ഇത് സഞ്ചാരികളെ കുഴപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മൂന്നാറിലെ ദിശാബോർഡുകളാണ്. ദേശീയപാതയിൽ നിന്നും മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കാനുള്ള കൃത്യമായ സൂചനാ ബോർഡുകൾ ഒന്നും പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടില്ല. മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന സഞ്ചാരികൾ പലപ്പോഴും ദിശാബോർഡുകൾ സ്ഥാപിക്കാത്തത് മൂലം പലപ്പോഴും ചുറ്റിക്കറങ്ങുന്ന സ്ഥിതിയുമുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള ബോർഡും കാട് കയറി മൂടി. നിരവധി സഞ്ചാരികളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ രാജമലയ്ക്ക് പോകുന്നത്. എന്നാൽ രാജമലയുടെ ബോർഡ് കാണുമ്പോൾ സഞ്ചാരികൾ പെട്ടെന്ന് ഞെട്ടിപ്പോകും. സൂചനാ ബോർഡ് ആകാശത്തേക്ക്. മൂന്നാർ ടൗണിലേക്ക് എത്തുമ്പോഴാണ് സഞ്ചാരികൾ കൂടുതലായി കുഴയുന്നത്. ഇടതും വലതും നിരവധി ബോർഡുകൾ, പല ബോർഡുകളും തുരുമ്പെടുത്ത അവസ്ഥയിൽ. വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനെത്തുന്ന സഞ്ചാരികൾ ആറോ ജംഗ്ഷനിലെത്തിയാൽ പെട്ടെന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നു പോകും. ഇത് ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. മൂന്നാറിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറേ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ സമയത്തും ഇവിടെ ട്രാഫിക് ജാം ആണെന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ ഡയറക്ഷൻ ബോർഡ് ഒന്നാമത്തെ റീസണാണ്. കാരണം ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മാട്ടുപ്പെട്ടി ഏത് ഡയറക്ഷനാണ്, ദേവളം ഏത് ഡയറക്ഷനാണ്, ബൈപ്പാസ് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ടൗണിൽ ടച്ച് ചെയ്യാൻ നമുക്ക് ട്രാഫിക് ഒഴിവാക്കി പോകാൻ പറ്റുന്നുള്ള കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഡയറക്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ ക്ലീനുമല്ല, അതും വേറൊരു വിഷയമാണ്. അത് എല്ലാ ബോർഡുകളും തന്നെ ചെളി പിടിച്ചിരിക്കുന്നുണ്ട്. അതൊരു വിഷയമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആറോ ജംഗ്ഷനിലെ പാലം കയറി ചെന്നാൽ എതിർവശത്ത് ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ ഒരു നീല ബോർഡ് കാണാം. ഇത് കാണുന്ന സഞ്ചാരി ആകാശത്തേക്ക് നോക്കിയിരിക്കും. പിന്നീടുള്ള സഞ്ചാരികളുടെ ഏക ആശ്രയം ഇവിടെ നിൽക്കുന്ന ഗൈഡുമാരും ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ എത്തുന്ന പോലീസുമാണ്. മൂന്നാറിന്റെ ദിശാബോർഡുകളുടെ അവസ്ഥയാണ് ഈ കണ്ടത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ വല്ലാതെ വലയ്ക്കുകയാണ് ഈ ദിശാബോർഡുകൾ. കൃത്യമായ ദിശാബോർഡുകൾ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.